അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 222 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹുദൈബിയ സന്ധി ഭാഗം 10. നമ്മൾ ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹുദൈബിയ സന്ധി കരാർ നിലവിൽ വന്നു. എന്നാൽ സഹാബികളിലെല്ലാം വളരെ വിഷമം സഹിച്ചാണ് അതിനെ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. കാരണം അതിലെ ഓരോ വ്യവസ്ഥയും കണ്ടാൽ തോന്നുക നമ്മൾ ശത്രുക്കൾക്ക് മുന്നിൽ അടിയറവ് വെക്കുകയാണോ എന്ന് തോന്നിപ്പോകുമെന്നുള്ളതാണ്. തങ്ങൾ ഭീരുക്കളായി പോയോ എന്ന് അവർക്ക് തോന്നി. എന്നാൽ അള്ളാഹുവിൻ്റെ കാവലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ആ കരാറിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ അവസ്ഥ നോക്കുമ്പോൾ അതിലെ വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്ക് പരാജയമാണെന്ന് തോന്നുമെങ്കിലും അള്ളാഹുവിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ്. ഈ കരാറിലൂടെ ഹുദൈബിയ സന്ധിയിലൂടെ മുസ്ലിം ലോകത്ത് വമ്പിച്ച വിജയത്തിന് ഈ കരാർ നിമിത്തമായി എന്നുള്ളതാണ്. അതാണ് ചരിത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും 20ഓളം ദിവസം ഹുദൈബയിൽ തങ്ങിയ ശേഷം കരാർ ഒപ്പിട്ടിട്ട് കരാർ കൈമാറി അവർ മദീനയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ആ യാത്രക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇറങ്ങുകയാണ്. 48ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫത്ഹയിലെ 1ാമത്തെ വചനം തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, നിശ്ചയമായും നിനക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. നിന്റെ വന്നതും വരാനുള്ളതുമായ പിഴവുകളൊക്കെയും പുറത്തു തരാനാണിത്. അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് തികവോടെ നിറവേറ്റി തരാനും വഴിയിലൂടെ നിന്നെ നയിക്കാനും. ഈ അധ്യായത്തിന് വിജയം എന്ന് പേർ പറയപ്പെടുവാനുള്ള കാരണം തന്നെ അതിൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദൈബിയ സന്ധി അത്ര. മക്ക വിജയത്തിന് വഴി തെളിയിച്ച ഈ സംഭവം നിമിത്തം വമ്പിച്ച നേട്ടങ്ങൾ ഇസ്ലാമിനുണ്ടായി എന്നുള്ളതാണ്. എത്രയോ അധികം ജനങ്ങൾ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനും മുസ്ലിങ്ങളും മുശ്രിക്കുകളും കുറേ കാലം ഇടകലർന്ന് സമാധാനപൂർവ്വം പെരുമാറാനും ഇസ്ലാമിനെ പറ്റിയ ജനങ്ങൾക്ക് അറിയാനും അങ്ങനെ ഇസ്ലാമിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുങ്ങാനും ഈ സന്ധി കാരണമായി എന്നുള്ളതാണ്. ഈ സന്ധിക്കും മക്ക വിജയത്തിനും ഇടയ്ക്കുള്ള 2 കൊല്ലകാലം മുസ്ലിങ്ങളുടെ എണ്ണം അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആയി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ സൂറത്തിൽ തന്നെ 4ാമത്തെ വചനം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولله جنود السماوات والأرض وكان الله عليما حكيما. അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി വർഷിച്ചത്. അതുവഴി അവരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കാനാണിത്. ആകാശഭൂമികളിലെ സൈന്യം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുദൈബിയ സന്ധി മൂലം സിദ്ധിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസികളായ സൈന്യങ്ങൾക്ക് അതുമൂലം കൈവന്നതും വരാനിരിക്കുന്നതുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇഹത്തിൽ അവർക്ക് മനസ്സമാധാനം, വിശ്വാസവർദ്ധനവും അവയെ തുടർന്നുള്ള മറ്റു കാര്യങ്ങളും ലഭിക്കുന്നുവെങ്കിൽ പരലോകത്ത് സർവസമ്പൂർണമായ സ്വർഗീയ ജീവിതമാണ് അവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. വമ്പിച്ച തോൽവിയായി സഹാബാക്കൾ കരുതിയിരുന്ന സന്ധിയെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് വമ്പിച്ച വിജയമായിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്നാമതായി നോക്കിയാൽ മുസ്ലിങ്ങളുടെ അസ്തിത്വം ആദ്യമായിട്ട് ഖുറൈശികൾ അംഗീകരിക്കുന്ന ഒരു കരാറാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ ഇതുവരെ അവർ പരിഗണിച്ചിട്ടില്ലായിരുന്നു. ഒരു കരാർ എഴുതണമെങ്കിൽ 2 കൂട്ടരും തുല്യ ശക്തികളായി കാണേണ്ടതുണ്ടല്ലോ. ഇതുവരെ അങ്ങനെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ
ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഒരു ശക്തിയായിട്ട് ഖുറൈശികൾ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു സന്ധിയിലേക്ക്, ഒരു കരാറിലേക്ക് സന്നദ്ധരായി എത്തുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നവരായിരുന്നില്ല ഒരിക്കലും ഖുറൈശികൾ. എന്നാൽ ഇപ്പോൾ അവർ മുസ്ലിങ്ങളുമായി ഒരു കരാറിന് സന്നദ്ധരായിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ശക്തി അംഗീകരിക്കലായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഈ കരാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി 10 വർഷത്തോളം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അടുത്ത 10 വർഷം സമാധാനത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക. എവിടെയും മുസ്ലിങ്ങൾ സഞ്ചരിക്കാൻ, ഇസ്ലാമിക പ്രബോധനം നടത്താം, എങ്ങോട്ടും യാത്ര ചെയ്യാം, ആരും തടയാൻ വരില്ല, എതിർക്കാൻ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും ആരുടെ കൂടെയും ചേരാം, അപ്പോൾ ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കരാറിൻ്റെ കാലയളവിലാണ് മുസ്ലിങ്ങൾക്ക് നല്ല ശാന്തമായി ഇസ്ലാമിക പ്രബോധനത്തിന് അവസരം കിട്ടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നോക്കിയാൽ അങ്ങനെ ആയിരുന്നില്ല. ഖുറൈശികൾ ആക്രമിക്കുമായിരുന്നു അവരെ. ഈ സന്ധി എഴുതപ്പെട്ടതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ മക്ക പിടിച്ചടക്കിയ ഈ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടമായിരുന്നു ഇത് എന്നുള്ളതാണ്. ആ വളർച്ച മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധിക്ക് മുമ്പ് കേവലം 3000-ഓളം പേർ മാത്രമായിരുന്ന മുസ്ലിങ്ങൾ 2 വർഷത്തിനു ശേഷം നടന്ന മക്ക വിജയത്തിൽ ഏകദേശം 10,000-ലും ഭടന്മാരായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽ രാജ്യങ്ങളിലേക്കെല്ലാം കത്തുകൾ അയച്ചുകൊണ്ട്, പിന്നെ അവരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അയച്ചിരുന്നത്. കിസ്ര ചക്രവർത്തിക്കും അതുപോലെ കൈസർ ചക്രവർത്തിക്ക്, ബഹ്റൈനിലെ ഗവർണർക്ക്, എത്യോപ്യയിലെ രാജാവിന്, അങ്ങനെ പല രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തയച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കത്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുതി തുടങ്ങി. എന്നിട്ട് പറയാണ്, നിങ്ങൾ മുസ്ലിം ആകണം, എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിത്നയിൽ അകപ്പെട്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ പാപഭാരം കൂടി നിങ്ങൾ കൂടി ആയിരിക്കും എന്ന ആശയം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ആളുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നു. അപ്പോൾ നേരത്തെ ഇതിനൊന്നും അവസരമുണ്ടായിരുന്നില്ല. ഖുറൈശികൾ ഇവരെയൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവരെ തടയുമായിരുന്നു, ആക്രമിക്കുമായിരുന്നു. അപ്പോൾ പല രാജാക്കന്മാരും ഈ എഴുത്തുകളൊക്കെ കൈപ്പറ്റി വളരെ ബഹുമാനത്തോടെ, ആദരവോടെ അത് കാണുകയും വായിക്കുകയും പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ച് ഹദിയകളും സമ്മാനങ്ങളൊക്കെ കൊടുത്തയക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ചിലർ അത് പരിഗണിച്ചില്ല, അത് കീറിയെറിയുകയും ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വ്യവസ്ഥ തന്നെ നോക്കിയാൽ ഈ വർഷം ഉംറ നിർവഹിക്കാതെ മടങ്ങിപ്പോകണം, എന്നാൽ അടുത്ത വർഷം മുസ്ലിങ്ങൾക്ക് മക്കയിൽ 3 ദിവസം താമസിക്കാം, ഉംറ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുമൂലം മുസ്ലിങ്ങളെ ഹറമിൽ നിന്ന് തടഞ്ഞിരുന്ന ഖുറൈശികളുടെ നിലപാട് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ 3 വകുപ്പുകളും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 4ാമത്തെ വകുപ്പ് മാത്രമാണ് ഖുറൈശികൾക്ക് അനുകൂലമായിട്ട് നമുക്ക് തോന്നുക, ഒരു വ്യവസ്ഥ. എന്നാൽ അതിൽ മുസ്ലിങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലതാണ്. അതായത് ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നാൽ അദ്ദേഹത്തെ തിരിച്ചയക്കണം എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് തിരിച്ചയക്കേണ്ടതില്ല എന്നുമുള്ള കരാറാണ്. എന്നാൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആര് എവിടെ ആയിരുന്നാലും ശരി അവൻ്റെ വിശ്വാസം അത് അവിടെ ഉണ്ടാവുമല്ലോ, കൂടാതെ അള്ളാഹുവിൻ്റെ ഒരു കാവൽ ഉണ്ടാവും എന്നുള്ളതുമാണ്. എന്നാൽ ഈ വ്യവസ്ഥയിലെ 2ാം ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തു നിന്ന് ഖുറൈശികളുടെ അടുത്തേക്ക് എത്തുന്നവരെ തിരിച്ചയക്കേണ്ടതില്ല എന്ന് അന്യായമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തു നിന്നും ഒരു വിശ്വാസി ഖുറൈശി പക്ഷത്തേക്ക് പോവുക എന്നത് തികച്ചും അസംഭവ്യമായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ആരെങ്കിലും അങ്ങനെ ഒളിച്ചോടി മറുപക്ഷത്തേക്ക് പോയാൽ തന്നെ അയാളെ ബലാത്കാരമായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലതെന്നു താനും. എന്നാൽ മർദ്ദിതരായ അബൂ ജന്തലിനെയും അബൂ ബസീറിനെയും പോലുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വാസവചനങ്ങൾ നൽകുകയാണ്. അള്ളാഹു മോചനത്തിൻ്റെ മാർഗം തുറന്നു തരുമെന്ന ശുഭപ്രതീക്ഷ അവർക്ക് നൽകുകയാണ്. അപ്പോൾ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾക്ക് ഇരയായ അബൂ ബസീർ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ എത്തിയെങ്കിലും അദ്ദേഹം തിരിച്ചയക്കപ്പെടുകയാണ്. അതേപോലെ അദ്ദേഹം അങ്ങനെ തന്നെ തിരികെ കൊണ്ടുപോവുകയായിരുന്ന സമയത്ത് 2 പേരിൽ ഒരാളെ വധിക്കുകയും സൈഫുൽ ബഹ്ർ എന്ന സ്ഥലത്ത് എത്തുകയാണ്. ഇതറിഞ്ഞ അബൂ ജൽദലും മർദ്ദിതരായ ഇതര വിശ്വാസികളും അവിടേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ ഒരു സംഘം രൂപപ്പെടുകയാണ്. അങ്ങനെ അവരൊരു കൂട്ടമായി മാറി അത് പിന്നെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളുടെ വ്യാപാര സംഘത്തെയൊക്കെ തടുക്കാനും അവരുടെ മുതലുകളൊക്കെ പിടിച്ചെടുക്കാനൊക്കെ അവർ തുടങ്ങുകയാണ്.
അങ്ങനെ സഹികെട്ട ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പരിഹാരത്തിനായിട്ട് സന്ദേശം അയക്കുക. അങ്ങനെയാണ് ആ വ്യവസ്ഥ തിരുത്തപ്പെടുകയാണ്. പിന്നെ മക്കയിൽ നിന്ന് വിശ്വാസികളായി വരുന്നവരെ മദീനയിൽ അഭയം നൽകി സ്വീകരിക്കാൻ അങ്ങനെ തുടങ്ങുക. അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കടുത്ത ശത്രുക്കളായ ഖുറൈശികൾ മുമ്പൊരിക്കലും സന്നദ്ധമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴിതാ സന്നദ്ധമായിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിന് ഹുദൈബിയ സന്ധിയിൽ നിന്നും വമ്പിച്ച നേട്ടങ്ങൾ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.